പൗരത്വ നിയമ ഭേദഗതി നിയമത്തിന്റെ കാര്യത്തിൽ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മുതലക്കണ്ണീർ ഒഴുക്കുകയാണ്. ഈ ഭേദഗതി നിയമം വന്ന സമയം മുതൽ ഏറ്റവും ശക്തമായി അതിനെ എതിർത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. കേരളത്തിൽ UDF ആണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് മുഖ്യമന്ത്രിയുടെ ഈ മുതലക്കണ്ണീർ വോട്ട് തട്ടാനുള്ള ഒരു കാപട്യം മാത്രമാണ്. സംസ്ഥാനത്ത് യോജിച്ച പ്രക്ഷോഭത്തെ പിന്നിൽ നിന്ന് കുത്തിയത് പിണറായി വിജയനും CPM-ഉമാണ്. അന്ന് യോജിച്ച പ്രക്ഷോഭം നടത്തണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത് അന്നത്തെ പ്രതിപക്ഷ നേതാവായി ഞാനായിരുന്നു. അങ്ങനെയാണ് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ സംയുക്തമായി UDF-ഉം LDF-ഉം ചേർന്ന് പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി സമരം ചെയ്തത്. സംസ്ഥാനത്തുടനീളം അന്ന് UDF ശക്തമായ പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിക്കുകയുണ്ടായി. എന്നാൽ ആ പ്രതിഷേധ പരിപാടികളെ മുഴുവൻ പോലീസിനെ ഉപയോഗിച്ച് നേരിടുന്ന നടപടിയാണ് സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ചത്. സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം പ്രതിഷേധിച്ചവരുടെ പേരിൽ ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് കേസെടുത്തത് ഈ മുഖ്യമന്ത്രിയാണ്. 100 കണക്കിന് പ്രതിഷേധിച്ച ആളുകളുടെ പേരിൽ 100 കണക്കിന് കേസുകളാണ് എടുത്തത്. കോഴിക്കോട് DCC പ്രസിഡന്റായിരുന്ന T. സിദ്ദിഖിന്റെ പേരിൽ സിദ്ദിഖ് അടക്കം 62 പ്രവർത്തകരെയാണ് അന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത്. ജാമ്യമില്ലാ വകുപ്പുകളാണ് ഇവരുടെ പേരിലെല്ലാം ചുമത്തിയത്. കൊല്ലം ജില്ലയിൽ ചിതറയിൽ നിയമത്തിനെതിരെ പ്രതികരിച്ച 35 കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് വെച്ച് കേസെടുത്തു. എറണാകുളം ജില്ലയിൽ അങ്കമാലിയിൽ മഹല്ല് കമ്മിറ്റി സംഘടിപ്പിച്ച റാലിയിൽ പങ്കെടുത്ത 200 പേർക്കെതിരെ കേസെടുത്തു. ഇടുക്കിയിൽ 73 പേർക്കെതിരെയും ആലപ്പുഴയിൽ 178 പേർക്കെതിരെയും വളരെ ശക്തമായ വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കേസുകളാണ് അന്നെടുത്തത്. പത്തനംതിട്ടയിൽ 120 പേർക്കെതിരെയും കോട്ടയത്ത് 130 പേർക്കെതിരെയും കേസെടുത്തു. 1000-ലധികം ആളുകളുടെ പേരിൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി സമരം ചെയ്തതിന്റെ പേരിൽ സംസ്ഥാന ഗവൺമെന്റ് കേസെടുക്കുകയുണ്ടായി. യോഗി ആദിത്യനാഥ് പോലും ചെയ്യാത്ത നിലയിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അന്ന് ഈ നിയമ ഭേദഗതിക്കെതിരായി സമരം ചെയ്തവരെ നേരിട്ടത്. ഒരേ സമയം പൗരത്വ നിയമത്തിനെതിരെ സംസാരിക്കുകയും അതേസമയം പ്രക്ഷോഭങ്ങളെ ദുർബലപ്പെടുത്താനും അവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ഉപയോഗിച്ച് കേസെടുക്കാനുമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രമിച്ചത്. ഞാൻ ചോദിക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വളരെ വാചാലമായി കഴിഞ്ഞ 3 മാസമായി പത്രസമ്മേളനം നടത്താതെ ഇപ്പൊ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിയത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ട് ഇത്രയും നാളായി ഈ കേസ് പിൻവലിക്കാൻ ഉള്ള ആത്മാർത്ഥത മുഖ്യമന്ത്രി കാണിച്ചില്ല? കേന്ദ്രത്തിലെ BJP ഗവൺമെന്റിനെ സന്തോഷിപ്പിക്കാനാണ് ഈ കേസുകൾ പിൻവലിക്കാതിരിക്കും. ഇപ്പോഴും 100 കണക്കിന് ആളുകൾ ഈ കേസുമായി കോടതിയിൽ കയറി ഇറങ്ങി നടക്കുകയാണ്. സംസ്ഥാന ഗവൺമെന്റിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ കേസ് പിൻവലിക്കല്ലേ വേണ്ടത്? 12/11/2019 സെൻസസിനൊപ്പം ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ തയ്യാറാക്കണമെന്ന് ഉത്തരവിറക്കിയത് ആരാണ്? LDF ഗവൺമെന്റ് അല്ലേ?
അന്ന് ഞങ്ങൾ നിയമസഭയിൽ ഇക്കാര്യം ഉന്നയിച്ചതല്ലേ? ഉത്തരവിന്റെ തുടർച്ചയല്ലേ മഞ്ചേരി താമരശ്ശേരി തഹസിൽദാർ സർക്കുലർ ഇറക്കുകയും ആ സർക്കുലറിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തത്? ഇത് വിവാദമായപ്പോഴാണ് ഞങ്ങൾ ജനസംഖ്യാ രജിസ്റ്റർ തയ്യാറാകുന്നു എന്ന കാര്യം നിയമസഭയിൽ ഉന്നയിച്ചപ്പോഴാണ് 20/10/12/2019 ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ തയ്യാറാക്കുന്ന നടപടിക്ക് അന്ന് മുഖ്യമന്ത്രി സ്റ്റേ നൽകിയത്. അതുപോലെ തന്നെ കേരളത്തിൽ ഡിറ്റൻഷൻ സെന്റർ തുടങ്ങാനുള്ള നടപടി ആരംഭിച്ചത് ആരാണ്? ഇന്നലെ ഘോരം CIക്ക് വേണ്ടി സംസാരിച്ച മുഖ്യമന്ത്രി അല്ലേ? ഇതെല്ലാം രഹസ്യമായി ചെയ്തിട്ട് ഇപ്പോൾ വലിയ രീതിയിലുള്ള വർത്തമാനം പറയുകയാണ്. ഈ നിയമത്തിനെതിരെ പ്രതിഷേധിച്ചവരുടെ പേരിൽ ആയിരക്കണക്കിന് ആളുടെ പേരിൽ കേസെടുക്കുന്നു. അവരെ ജാമ്യമില്ലാതെ ജയിലിലടയ്ക്കുന്നു. ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ തയ്യാറാക്കുന്നു. ഇവിടെ ഡിറ്റൻഷൻ സെന്ററുകൾ തുടങ്ങാൻ നടപടി സ്വീകരിക്കുന്നു. എന്നിട്ട് മാറി നിന്ന് കോൺഗ്രസിനെ UDFനെ കുറ്റപ്പെടുത്താനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. നമുക്കറിയാം, കേരള നിയമസഭയിൽ ഈ പ്രമേയം വന്നപ്പോൾ ഏകകണ്ഠമായിട്ടാണ് ഈ പ്രമേയം പാസ്സായി. ഞങ്ങളില്ലെങ്കിൽ ഏകകണ്ഠമാകും. ആ ഏകകണ്ഠമായി പാസാക്കിയ പ്രമേയത്തെ അന്ന് ഏറ്റവും ശക്തമായി എതിർത്തത് കേരള ഗവർണറാണ്. ഇന്നലെ മുഖ്യമന്ത്രി ആ ഗവർണറുടെ പേര് പറയാൻ തയ്യാറായില്ല. ആ പ്രമേയത്തെ ശക്തമായി എതിർത്ത കേരള ഗവർണറെ പുറത്താക്കണം, പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാനൊരു നോട്ടീസ് നൽകി. ആ നോട്ടീസിനെ അട്ടിമറിച്ചതും ഈ മുഖ്യമന്ത്രിയും ഗവൺമെന്റുമല്ലേ? റൂൾ 30 അനുസരിച്ചുള്ള പ്രമേയം സാധാരണഗതിയിൽ അത് പ്രസിദ്ധീകരിക്കെങ്കിലും ചെയ്യേണ്ടതാണ്. അതുപോലും ചെയ്തില്ല. അതിന് സമയമായില്ലെന്നാണ് അന്നത്തെ മന്ത്രി AK ബാലൻ പറഞ്ഞത്. അപ്പോൾ ഇന്നലെ KPCC പ്രസിഡന്റായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനെ വിമർശിക്കുന്ന ആവേശം ആരിഫ് മുഹമ്മദ് ഖാനായ ഗവർണറെ വിമർശിക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി കാണിച്ചില്ലല്ലോ. ഇപ്പോഴും പൗരത്വ നിയമ ഭേദഗതിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് ആത്മാർത്ഥതയില്ല എന്നുള്ളതിന്റെ തെളിവല്ലേ ഇപ്പോഴും കേസുകൾ അതേപടി നിലനിൽക്കുന്നത്? ആ കേസുകളിൽപ്പെട്ട് എത്ര നൂറുകണക്കിന് ആളുകളാണ് ഇപ്പോഴും കോടതി വരാന്തകൾ കയറി നടക്കുന്നത്. അപ്പോൾ ഇത് കേരളത്തിലെ CPMന്റെ മുഖംമൂടി ഇതോടുകൂടി അഴിഞ്ഞു വീണിരിക്കുന്നു. ഇന്ന് ഈ കേസ് സുപ്രീം കോടതി വരികയാണ്. ഈ കേസ് ഈ ചട്ടങ്ങൾ ഭേദഗതി വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉള്ള പരാതികളാണ്, ആ കേസാണ് വരുന്നത്. 2019 ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഉന്നയിച്ചുകൊണ്ട് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ഞാൻ തന്നെ സുപ്രീം കോടതിയിൽ പോയതാണ്. ഇപ്പോഴും സുപ്രീം കോടതിയിൽ ആ കേസ് പെൻഡിംഗ് ആണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അടിയന്തരമായി ചട്ടങ്ങൾ പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ അത് കോടതി അലക്ഷ്യമാണെന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നും ചട്ടങ്ങൾ സ്റ്റേ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇന്ന് എൻ്റെ കേസും ചീഫ് ജസ്റ്റിസ് കേൾക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തെ നേരത്തെ കേരള ഗവൺമെന്റ് അഭിഭാഷകനായിരുന്ന ശ്രീ രമേശ് ബാബുവാണ് എൻ്റെ അഭിഭാഷകനായി ഇന്ന് ഹാജരാകുന്നത്. അപ്പോൾ രാജ്യത്തെ മതേതരത്വത്തെ തകർക്കാൻ BJP നടത്തുന്ന ഏറ്റവും വലിയൊരു ശ്രമമാണ് CAA എന്ന് പറയുന്നത്. അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്.
അതിനകത്ത് പിണറായി വിജയന്റെ ഉപദേശമൊന്നും ഞങ്ങൾക്ക് വേണ്ട. അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധി ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞു. അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേൾക്കുന്നുണ്ടോ? രാഹുൽ ഗാന്ധിയോടൊപ്പം ന്യായയാത്രയിൽ പങ്കെടുക്കുന്ന ഒരാളാണ് ഞാനും. അദ്ദേഹത്തിന്റെ പ്രസംഗം പിണറായി വിജയൻ ഒന്ന് വായിച്ചു നോക്കണം. ഹിന്ദിയിലും ഇംഗ്ലീഷിലും ആയതുകൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തന്റെ ഓഫീസിലെ സ്റ്റാഫിനോട് പറഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും രാഹുൽ ഗാന്ധി എന്താ പ്രസംഗിക്കുന്നത്. സിഎയുടെ കാര്യത്തിൽ ആദ്യം പ്രതികരിച്ച പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ജയറാം രമേശാണ് ഏറ്റവും ആദ്യം ഈ കാര്യം പറഞ്ഞത്. കോൺഗ്രസിന്റെ പ്രസിഡന്റാണ് ആദ്യം ഈ കാര്യം പറഞ്ഞത്. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം അദ്ദേഹം കേൾക്കണം. ഇതൊന്നും കേൾക്കാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഇത്രയും നിലവാരമില്ലാതെ സംസാരിക്കുന്നത് ദൗർഭാഗ്യകരമായി. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേൾക്കാതെ, ഒരുപക്ഷെ ഹിന്ദി ആയതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി കാണില്ല, ഇന്ന് എക്സിൽ പ്രതികരിച്ചു എന്നാണ്. ഏത് ലോകത്താണ് ഈ പിണറായി വിജയൻ ജീവിക്കുന്നത്? ഇന്ന് ആളുകൾ ട്വിറ്ററിന് പോലെ എക്സ് ഉപയോഗിക്കുന്നത്. അതിൽ വരുന്ന കാര്യങ്ങളാണ് ലോകത്തെമ്പാടും, അതിൽ ആണ് പ്രധാനപ്പെട്ട ആളുകളൊക്കെ അല്ലെങ്കിൽ എക്സ് ഉപയോഗിക്കുന്നവരൊക്കെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത്. കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെ ഈ സംഭവം വന്ന അപ്പോൾ തന്നെ എക്സിൽ പ്രതികരിച്ചു. ജയറാം രമേശ് പ്രസ്താവനയിലൂടെ പ്രതികരിച്ചു. രാഹുൽ ഗാന്ധി തന്നെ പ്രസംഗത്തിൽ പറയുന്നു. ഇതൊന്നും ഞങ്ങൾക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. സിഎയുടെ കാര്യത്തിലും BJP ഗവൺമെന്റിനെതിരെയുള്ള പോരാട്ടത്തിലും ഇന്ത്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഞങ്ങളുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. അതുകൊണ്ട് ശ്രീ പിണറായി വിജയൻ ഈ കാപട്യം വെടിയുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അതുകൊണ്ട് ഇന്ന് സുപ്രീം കോടതിയിൽ വരുന്ന കേസിന്റെ അടിസ്ഥാനത്തിൽ ആ കേസിൽ ഉൾപ്പെട്ട ഒരാളെന്നുള്ള നിലയിൽ ഞാൻ കേസ് വെയിറ്റ് ചെയ്യുകയാണ്. കേസിലുണ്ടാകുന്ന നടപടിക്കനുസരിച്ച് മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും.